നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 31-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. ഏപ്രിൽ 1-ാം തീയതി മുതൽ സംസ്ഥാനത്ത് ചില മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. വീടുള്ള ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകളാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, മാർച്ച് മാസത്തെ റേഷൻ വിതരണം 31-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അവധി ദിവസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് മാർച്ച് മാസത്തെ റേഷൻ പിന്നീട് ലഭിക്കുകയില്ല. അപ്പോൾ തീർച്ചയായും ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി അറിഞ്ഞിരിക്കണം. അന്ത്യോദയ അന്ന യോജന AY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കും. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ഈ ഒരു മാർച്ച് മാസത്തിൽ ലഭിക്കും. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPNS കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി 3 മാസത്തിലൊരിക്കൽ നൽകിയിരുന്ന മണ്ണെണ്ണയുടെ വിഹിതം ഈ മാസം തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി വാങ്ങാൻ സാധിക്കും. ഭക്ഷ്യവകുപ്പ് ഇക്കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അനുവദിച്ച മണ്ണെണ്ണ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ ഒരു നീക്കം. പുതിയ തീരുമാനപ്രകാരം വൈദ്യുതി കണക്ഷൻ ഉള്ള വീടുകൾക്ക് 1 ലിറ്ററും വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 4 ലിറ്ററും മണ്ണെണ്ണ ഈ മാസം റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ അനുവദിച്ച വിഹിതം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാങ്ങിയവർക്കും വാങ്ങാത്തവർക്കും ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആധാർ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു സഹായമാണ്. അതായത് വ്യാജ ആധാർ രജിസ്ട്രേഷൻ സെന്ററുകളെ തിരിച്ചറിയാൻ സംവിധാനം ഏർപ്പെടുത്തുകയാണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത ആധാർ സെന്ററുകളെയെല്ലാം ഗൂഗിൾ മാപ്പിൽ ഉൾപ്പെടുത്താൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഗൂഗിളുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി. UIDAI സെന്ററുകൾ എളുപ്പം കണ്ടെത്താൻ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നീക്കം. ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഒരു നടപടി. പ്രായപൂർത്തിയായാത്തവരുടെ എൻറോൾമെന്റ്, കുട്ടികളുടെ എൻറോൾമെന്റ്, മേൽവിലാസം മാറ്റം, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങി സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ മാപ്പിൽ സെന്ററുകൾ കണ്ടെത്താനാവുമെന്ന് UIDAI അധികൃതർ വ്യക്തമാക്കി. ഇതിനു പുറമെ ആധാർ സെന്ററുകളിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ, പ്രവർത്തിക്കുന്ന സമയം, ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സെന്ററുകളുടെ സൗകര്യങ്ങൾ എന്നീ വിവരങ്ങൾ ഗൂഗിൾ മാപ്പിലൂടെ കൃത്യമായി അറിയാനും സാധിക്കും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ഏപ്രിൽ മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഇത് സംബന്ധിച്ച മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായും അറിയാത്ത ആളുകൾ മൊബൈൽ ഫോൺ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക കൈമാറിയിട്ടുണ്ട്. 2 മാസത്തെ ക്ഷേമ പെൻഷനായ 4000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിരിക്കുന്നത്. ഉടൻ തന്നെ കൈകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് അത് സഹകരണ സംഘങ്ങൾ വഴി 4000 രൂപ ലഭിക്കുന്നതാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, വീടുകളിലും സ്ഥാപനങ്ങളിലും ഏപ്രിൽ മാസം 1 മുതൽ മാലിന്യങ്ങൾ 4ആയി തരംതിരിച്ച് സംസ്കരിക്കണം. വൻകിട സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വൻതോതിൽ മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങളെ നിശ്ചയിക്കാൻ 3 മാനദണ്ഡങ്ങളും പരിഷ്കരിച്ച ചട്ടത്തിലുണ്ട്.
പുതുതായി തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങൾ നിർബന്ധമായും ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, ക്യാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറി, പഴ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാനായി ഉചിതമായ കണ്ടെയ്നറുകൾ തെരുവ് കച്ചവടക്കാർ കരുതണം. 100-ലധികം പേരുള്ള പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിനം മുൻപ് തദ്ദേശ സ്ഥാപനത്തെ അറിയിക്കുകയും വേണം. പുനരുപയോഗിക്കാനോ ഊർജ്ജ ആവശ്യങ്ങൾക്കോ കഴിയാത്ത മാലിന്യം മാത്രമേ കുഴിച്ചു മൂടാൻ അനുവാദമുള്ളൂ. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.